കേന്ദ്ര സർക്കാരിന്റെ പേരിലുള്ള ബോർഡ് വെച്ച് തൃശൂർ സ്വദേശിയുടെ തട്ടിപ്പ്. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ തൃശൂരിലെ സുബീഷ് പി വാസുവിനെതിരെ വീണ്ടും പരാതികളും ആരോപണവും ഉയരുകയാണ്. പ്രീമിയം ആഡംബര കാറിൽ കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന ബോർഡ് വെച്ച് ഇയാൾ വന്നിറങ്ങും. ഇങ്ങനെ പ്രീമിയം കാറിൽ വന്ന ആഡംബര ഹെലികോപ്റ്ററിലേക്ക് ഈ പ്രാഞ്ചിയേട്ടൻ കയറുന്നു. അതിൻ്റെയും ഫോട്ടോഷൂട്ട് എല്ലാം കണ്ടാൽ 1 മണിക്കൂറിൽ യാത്രാ ചെലവ് തന്നെ ലക്ഷങ്ങളും കോടികളും. ആളത്ര പുലിയാണ്. എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന ബോർഡും വെച്ച്. വരവും പോക്കും കണ്ട മോദിയേക്കാൾ വലിയ കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽ എന്ന് തോന്നിക്കും. നരേന്ദ്രമോദി പോലും ഉപയോഗിക്കാത്ത പ്രീമിയം ടൊയോട്ട കാറിലാണ് കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഇയാൾ വന്നിറങ്ങുന്നത്. ഇത്രയായപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ അനധികൃതമായി കേന്ദ്ര സർക്കാരിന്റെ ബാനറും പേരും ഉപയോഗിച്ചതിന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ബിസിനസ്സുകാരെയും മറ്റും സ്വാധീനിക്കുന്നു. കേന്ദ്ര സർക്കാർ ജോലി വാങ്ങിത്തരാം എന്ന് പറയുന്നു. ED മുതൽ CBI വരെയുള്ള കേസുകൾ ഒതുക്കി തരാമെന്നും വ്യാജമായ വാഗ്ദാനങ്ങൾ നൽകി പലരെയും സമീപിക്കുന്നു എന്നും ഗുരുതരമായ ആരോപണം ഉയരുന്നു. തൃശൂർ സ്വദേശിയായ സുബീഷ് പി വാസു കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന പേരിലുള്ള ബോർഡുള്ള ആഡംബര കാറാണ് തട്ടിപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത്. ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിലൊരു ആഡംബര കാർ കേന്ദ്ര സർക്കാരിനില്ല. ഇത്തരത്തിലൊരു ഒഫീഷ്യൽ പോസ്റ്റും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. വിലയേറിയ ആഡംബര കാറുകൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒഫീഷ്യലും യാത്ര ചെയ്യാറുമില്ല. അങ്ങനെ ഇരിക്കെയാണ് തൃശൂർ സ്വദേശിയായ സുബീഷ് പി വാസു പ്രീമിയം ആഡംബര കാറിലും ഹെലികോപ്റ്ററിലും കേന്ദ്ര സർക്കാരിന്റെ ചുവന്ന ബോർഡും വെച്ച് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല, ഈ കാറിൽ വന്നിറങ്ങിയ ശേഷം ഇയാൾ ഹെലികോപ്റ്ററിലേക്ക് കയറുന്നതും ഹെലികോപ്റ്ററിലുള്ള ഫോട്ടോഷൂട്ടും കാണാം. മൊത്തത്തിൽ നോക്കിയാൽ ഇയാൾ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനും ചില കാര്യങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ നടത്തുന്ന ഫോട്ടോഷൂട്ടായി ഇതിനെ തോന്നും. ഈ ഫോട്ടോഷൂട്ട് വീഡിയോകൾ കാണിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുമായി നേരിട്ട് പിടിയുണ്ട് എന്ന് പറഞ്ഞ് പലരെയും സമീപിക്കുന്നത് എന്നും ആരോപണം ഉയരുന്നു. എന്തായാലും എല്ലാവരും സൂക്ഷിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല, കരയേണ്ടിയും വരില്ല. ഇത് ഇയാൾ കടന്നു വന്ന വഴികൾ കൂടി അറിഞ്ഞിരിക്കുക. പ്രധാനമന്ത്രിയേക്കാൾ ഗെറ്റപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഫോട്ടോഷൂട്ടുകൾ നടത്തി മാർക്കറ്റ് ചെയ്യുന്ന തൃശൂരിലെ സുബീഷ് പി വാസുവിനെ മുൻപ് 280 കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കർണാടക പോലീസ് ഇയാളെയും പങ്കാളിയായ യുവതിയും കരുനാഗപ്പള്ളിയിൽ വന്ന് പൊക്കുകയായിരുന്നു. തുടർന്ന് ഏറെക്കാലം ബാംഗ്ലൂർ ജയിലിൽ കിടന്നു. ഇയാളുടെ ഒപ്പം പങ്കാളിയായിരുന്ന ശില്പ എന്ന യുവതിയായിരുന്നു അന്ന് അറസ്റ്റിലായത്. 250 കോടിയുടെ തട്ടിപ്പ് നടത്തി ഇവർ കർണാടകത്തിൽ നിന്നും മുങ്ങുകയായിരുന്നു. അനേകം പേരിൽ നിന്നും പണം വാങ്ങിച്ചു പറ്റിച്ചു. സുബീഷും ശില്പയും ആഡംബര ജീവിതം നയിക്കുന്നവർ ആയിരുന്നു എന്നും സ്വകാര്യ ജെറ്റുകൾ വരെ ഇവർ സഞ്ചാരത്തിന് ഉപയോഗിച്ചു എന്നും പണം നഷ്ടപ്പെട്ടവർ പറയുന്നു. പ്രതികൾക്ക് കേരളത്തിൽ ഉന്നത ബന്ധമാണ് ഉണ്ടായിരുന്നത്. പല പ്രമുഖ വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം പ്രതികൾക്ക് കേരളത്തിൽ എത്തി ഒളിക്കാൻ സൗകര്യമൊരുക്കി എന്നും പോലീസ് സംശയിക്കുന്നു. കർണാടകത്തിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികൾക്കെതിരെ തട്ടിപ്പ് കേസിൽ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവും നിലവിലുണ്ട്. ഓൺലൈൻ മത്സ്യവ്യാപാരത്തിൽ നിക്ഷേപം സ്വീകരിക്കൽ, ബിസിനസ് എക്സ്ചേഞ്ച്, മദ്യവിൽപ്പനയുടെ ഇടനിലക്കാർ എന്നീ രീതിയിൽ ബിസിനസ് നടത്താം എന്ന് പറഞ്ഞായിരുന്നു ഇവർ വൻ തട്ടിപ്പുകൾ നടത്തിയത്. കേരളത്തിൽ നെടുമ്പുഴ പോലീസിലും ഇവർക്കെതിരെ കേസുള്ളതായി കേരള പോലീസ് വ്യക്തമാക്കി. 36/2021 ക്രൈം നമ്പറായി നെടുമ്പുഴ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPC 406, 402 വകുപ്പുകളാണ് ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അനിൽകുമാർ ശ്രീധരൻ നൽകിയ പരാതിയിൽ ദമ്പതിമാരായ പ്രതികൾ ചേർന്ന് മദ്യ ബിസിനസ് നടത്താം എന്ന പേരിൽ 9 ലക്ഷത്തിലധികം രൂപ തട്ടിച്ചതായി FIR-ൽ പറയുന്നു. തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന മാർക്ക് വൈൻ എന്ന സ്ഥാപനത്തിന് വിദേശ മദ്യം കർണാടകത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത് തരാമെന്ന് പറഞ്ഞ് 9.78 ലക്ഷം രൂപ നേരിട്ടും പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയും വാങ്ങി എന്നാണ് പറയുന്നത്. വിദേശ മദ്യം ഇറക്കുമതി ചെയ്ത് തരാം എന്ന് ആയതിന്റെ രേഖകളും സർട്ടിഫിക്കറ്റും തരാം എന്ന് പറഞ്ഞ് പ്രതികൾ പറ്റിച്ചു. ഈ കേസിലും ഇവർ പ്രതികളാണ്. കോഴിക്കോട് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കോടികൾ ഇവർ വാങ്ങി മുങ്ങിയെന്നും പറയുന്നു. ഈ പണം ഇനിയും തിരികെ നൽകിയിട്ടില്ല. 7 കോടിയിലേറെ തുക ഉണ്ട് എന്നാണ് അറിയുന്നത്. കർണാടകത്തിലും കേരളത്തിലും സുബീഷിനെതിരെ FIR ഉണ്ട്, കേസുകളുമുണ്ട്. ഇത്രയധികം കേസും മറ്റും ഉണ്ടായിട്ടും ഇയാൾ വീണ്ടും സാമ്പത്തിക ആരോപണങ്ങളിൽ എങ്ങനെ വീഴുന്നു എന്നും ദുരൂഹമാണ്. അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണവും പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ലും ഇവിടെ പ്രസക്തമാണ്. കോഴിക്കോട് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കോടികൾ ഇവർ വാങ്ങി മുങ്ങി എന്നും പറയുന്നു. ഈ പണം ഇനിയും തിരികെ നൽകിയിട്ടില്ല. 7 കോടിയിലേറെ തുക ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും സുബീഷ് പി വാസു എന്ന കേന്ദ്ര സർക്കാരിന്റെ പേരിൽ പ്രീമിയം കാറിലും ഹെലികോപ്റ്ററിലും നടന്ന് ഇയാളെ വിശ്വസിച്ച് ചതിക്കപ്പെട്ട ഇരകൾ ഒന്നൊന്നായി കർമ്മ ന്യൂസിൽ വന്നിരിക്കുകയാണ്. നടുക്കുന്ന അനുഭവങ്ങളാണ് ഇവർ പറയുന്നത്. കൂടുതൽ എക്സ്ക്ലൂസീവ് വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുക. ജനങ്ങൾ ജാഗ്രതയും പാലിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.